ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ വായു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നിങ്ങളാരും റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റ് വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 27 ജനുവരി 2025 വരെയായിരുന്നു. എന്നാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിലവിൽ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. 2 ഫെബ്രുവരി 2025 ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ വിട്ടുപോയവർ അല്ലെങ്കിൽ മറന്നുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അപേക്ഷിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മിനിമം +2 യോഗ്യതയുള്ളവർക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഫീമെയിൽസിനും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജ് ലിമിറ്റ് എന്താണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 1 ജനുവരി 2005 1 ജൂലൈ 2008 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും 2 ക്വാളിഫിക്കേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് സയൻസ് സബ്ജക്റ്റാണ്. അപ്പോൾ സയൻസ് സബ്ജക്റ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. +2 അല്ലെങ്കിൽ തത്തിലും ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് തുടങ്ങിയ 3 സബ്ജക്റ്റും +2ൽ പഠിച്ചിരിക്കേണ്ടതാണ്. ടോട്ടൽ 50% മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിന് 50% മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ സയൻസ് സബ്ജക്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. എഞ്ചിനീയറിംഗിലുള്ള 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ്, അതായത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയൊരു ഏതെങ്കിലും സബ്ജക്റ്റിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും 50% മാർക്ക് ടോട്ടൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിന് 50% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് പഠിച്ച് പാസ്സായിട്ടുണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഫിസിക്സ്, മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ടോട്ടൽ 50% മാർക്കും ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിന് 50% മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. +2 ഏതൊരു സബ്ജക്റ്റിൽ പാസ്സായിട്ടുണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള സബ്ജക്റ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ടോട്ടൽ 50% മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിന് 50% മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സാണ്. ഏതെങ്കിലും സ്ട്രീമിൽ 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് പഠിച്ച് പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ ടോട്ടൽ 50% മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഇംഗ്ലീഷിനും 50% മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്കും വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം ഓൺലൈൻ എക്സാമിനേഷനാണ്. എക്സാമിനേഷൻ പാസ്സാവുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റാണ്. ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റാണ്. അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 1 അതുപോലെ തന്നെ ടെസ്റ്റ് 2 ഉണ്ടായിരിക്കുന്നതാണ്. അത്തരത്തിൽ 2 ടെസ്റ്റും പാസ്സാവുന്നവർക്ക് മെഡിക്കൽ ടെസ്റ്റ്. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ മെയിൽസിന് ഹൈറ്റ് 152.5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ഫീമെയിൽസിന് ഹൈറ്റ് 152 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. വെയിറ്റ് ഹൈറ്റിനും ഏജിനും ആനുപാതത്തിലായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് നോർമൽ ചെസ്റ്റ് ഉണ്ടായിരുന്നാൽ മതി, അതായത് ഹൈറ്റിനും ഏജിൻ്റെയും പ്രൊപ്പോർഷണൽ ആയിരിക്കേണ്ടതാണ്. കൂടാതെ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആദ്യം മെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. മെയിൽസിന് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണിങ് ആണ്. 7 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് 10 പുഷപ്സ് ആണ്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് 10 സിറ്റപ്സ് ആണ്. അടുത്ത നാലാമതായിട്ട് വരുന്നത് 20 സ്ക്വാട്ട്സ് ആണ്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് മെയിൽസിന് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണിങ് ആണ്. 8 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇനി അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് 10 സിറ്റപ്സ് ആണ്. അതിനുശേഷം അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് 15 സ്ക്വാട്ട്സ് ആണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഫീമെയിൽസിന് റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.agnibathvayu.cdsc.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 550 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ട് ഫീസ് അടച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ.
പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.